നമസ്കാരം, രസം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു നാടൻ സാമ്പാറാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഞാൻ തൊമരയാണ് വേവിക്കാൻ എടുത്തേക്കുന്നത്. 1 കപ്പ് തൊമര 2 കപ്പ് വെള്ളത്തിൽ നമുക്ക് വേവിക്കാൻ എടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു വെളുത്തുള്ളി കട്ട് ചെയ്തിടുന്നുണ്ട്, ഒരു ടീസ്പൂൺ കായം ഇടുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് 2 വിസിൽ വരുന്നത് വരെ ഈ തൊമര ഒന്ന് വേവിച്ചെടുക്കാം. വെളുത്തുള്ളി ചേർക്കുന്നത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. തൊമര ഗ്യാസ് ഉള്ളവർക്ക് വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ 2 വിസിലിന് ശേഷം ആവിയൊക്കെ പോയി തൊമര നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെന്തിരിക്കുന്ന തുമരയിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേന, ക്യാരറ്റ്, കുമ്പളങ്ങ, വാഴയ്ക്ക, പടവലങ്ങ, ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ, കോവയ്ക്ക, ബീൻസ്, അമരപ്പയർ, തക്കാളി, 4 പച്ചമുളക്, മുരിങ്ങയ്ക്കായ, ഇനി അല്പം 15 ചെറിയ ഉള്ളി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറിയ ഉള്ളി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ സവാള ചേർത്താലും മതി, അല്പം കറിവേപ്പില. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കഷ്ണങ്ങൾ വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പൊടികൾ പകുതിയേ ചേർത്തിട്ടുള്ളൂ, ബാക്കി നമ്മൾ വഴറ്റി ചേർക്കുന്നുണ്ട് കടുക് വറക്കാൻ നേരം. ഇപ്പം ഇത്രയും ചേർത്തിട്ട് അതിൻ്റെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 വിസിൽ വരുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ആവിയൊക്കെ പോയി നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. 1 വിസിലേ അടിച്ചിട്ടുള്ളൂ. ഞാനിപ്പോൾ ഒന്ന് തീ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പുളിവെള്ളം ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പുളി വേണ്ട എന്നുള്ളവർക്ക് തക്കാളിയുടെ എണ്ണം കൂട്ടി പുളി കൂട്ടാം. ഇതല്ല, ഞാനിപ്പോൾ 1 തക്കാളിയെ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ പുളി പിഴിഞ്ഞെടുത്തതാണ് നമ്മുടെ പിഴുപുളി. അത് അരിച്ചെടുത്താണ് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്കയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാൻ വെണ്ടയ്ക്കയൊക്കെ വഴറ്റിയാണ് ചേർക്കുന്നത്, കൂട്ടത്തിലിട്ട് വേവിക്കുന്നില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്ക വഴറ്റാം. ഓക്കെ, നമുക്കപ്പോൾ ഈ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചേർക്കേണ്ട, വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കടുക് വറക്കാനുള്ളതാണ്. നമുക്ക് ഈ വെണ്ടയ്ക്ക സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തീ ഒന്ന് ഓഫ് ചെയ്യാം സാമ്പാറിന്. ഇനി നമ്മൾ കടുക് വറക്കാൻ പോവാണ്. നമ്മൾ ആ വെണ്ടയ്ക്ക വഴറ്റിയ എണ്ണയിൽ തന്നെയാണ് കടുക് വറക്കുന്നത്. ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു, അല്പം കറിവേപ്പില. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളി ആവശ്യത്തിന് വഴന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഈ സമയത്ത് നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ബാലൻസ് ഉള്ള നമ്മൾ ആദ്യം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത്. ഇനി ബാക്കി 1.5 ടേബിൾ സ്പൂണും കൂടെ ഉണ്ട്. അപ്പോൾ മൊത്തം 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇതൊന്ന് തീ ഓഫ് ചെയ്തേക്കാണ്. ഇനി ഇത് നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ഈ സമയത്താണ് ഞാൻ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണ് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാറിന് നല്ല മണവും രുചിയൊക്കെ കിട്ടും. കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ കായം വേണമെങ്കിൽ ഈ സമയത്ത് കായപ്പൊടി ഇച്ചിരി ചേർക്കാം. സാമ്പാറിനകത്ത് കഴിവതും കട്ടക്കായം ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിപ്പം നമുക്ക് കട്ടക്കായ ഇല്ല എന്നുണ്ടെങ്കിൽ പൊടിക്കായം ചേർത്താലും മതി. ഞാനൊരല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം ഞാനൊരു 1.5 ടീസ്പൂണിനടുത്ത് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഈ സമയത്ത് വേണമെങ്കിൽ ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ സാമ്പാർ ഏകദേശം റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ സാമ്പാറാണ്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.